ആ ഡയഗ്രാം ഒന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഡയഗ്രാം വളരെ സിമ്പിൾ ആണ്. ആ ഹെഡിങ് മാത്രം ഒരു ബോക്സിനകത്ത് ആക്കിയിട്ട് റൗണ്ട് ആക്കി വരച്ചത്. നിങ്ങൾ ഈ ഡയഗ്രാം കണ്ടിട്ടുണ്ടായിരിക്കും ടെസ്റ്റിൽ. 5 മാർക്കിന് ചോദിച്ചിട്ട് സർക്കിളാണ്. അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കണം. ഒരു പ്രൊജക്ട് നിൽക്കുന്നില്ല, ആ പ്രൊജക്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സൈക്കിളാണ്. ആ സൈക്കിൾ അവിടെ വരക്കേണ്ടത് 2 മാർക്കിന് ആ കുട്ടിക്ക് ലഭിക്കും എന്നുള്ളത് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അതെ. അതിൽ ഓരോ ഘട്ടങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഫീസിബിലിറ്റി സ്റ്റഡിയുള്ള ആസ്പെക്ട് ഞാൻ നേരത്തെ പറഞ്ഞു. 3ാമത്തെ ഘട്ടം ഇൻവെസ്റ്റിഗേഷൻ ഫാക്ടർ കോഡിംഗ്. സത്യത്തിൽ ഡാറ്റ കളക്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സിസ്റ്റത്തിനെ പറ്റി ആവശ്യമുള്ള ഡാറ്റകൾ കളക്ട് ചെയ്യുക. അതിന് 4 മെത്തേഡ്സ് ആണുള്ളത്. ഇന്റർവ്യൂ, ക്വസ്റ്റ്യനെയർ, ഓൺ സൈറ്റ് ഒബ്സർവേഷൻ, സാമ്പിളിംഗ്. ഇന്റർവ്യൂ നടത്തി ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ, അല്ലെങ്കിൽ പിന്നെ ക്വസ്റ്റ്യനെയർ ചോദിച്ച്, അതല്ലെങ്കിൽ സ്ഥലം കണ്ട് നിരീക്ഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതൊന്നും നടക്കാത്ത സാഹചര്യത്തിൽ വലിയ സിസ്റ്റം ആണെങ്കിൽ വെൻ ട്രാൻസാക്ഷൻ ഈസ് മോർ, കൂടുതൽ ഡാറ്റയുള്ള സമയത്ത് സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിക്കാം, ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് വൺ വേർഡ് പ്രതീക്ഷിക്കാം. സാമ്പിളിംഗ് എപ്പോഴും വരുന്നതാണ്. അതായത് ഒരു ബൾക്കി ആയിട്ടുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് നടത്തണമെങ്കിൽ, ടെസ്റ്റ് നടത്തണമെങ്കിൽ ഏത് മെത്തേഡ് ഉപയോഗിക്കണം എന്നുള്ളത്. ആ മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പിളിംഗ് വൺ വേർഡുകളും പ്രതീക്ഷിക്കാം. ഫേസ് ടു ഫേസ് ഏത് മെത്തേഡാണെന്ന് ചോദിച്ചാൽ എഫക്റ്റീവ് ആയിട്ട് സിസ്റ്റം അനലൈസ് ചെയ്യാൻ പറ്റും. എക്സ്പെൻസീവ് ആണെന്നുള്ളതാണ് അതിന്റെ ഒരു പ്രോബ്ലം പറയുന്നത്. പിന്നെ 4ാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ അനാലിസിസിൽ അതിന്റെ ടൂൾസ് ആണ്. അനാലിസിസ് ചെയ്യാനുള്ള ടൂളുകൾ 5 ടൂളുകളാണ് പരിചയപ്പെടുന്നത്. അതിൽ ആ ടൂളുകളിൽ തന്നെ ഡാറ്റ ഫ്ലോ ഡയഗ്രാം എന്ന് പറയുന്നത് കുറച്ചുകൂടെ പ്രാധാന്യത്തോടു കൂടി ക്വസ്റ്റ്യനുകളിൽ കാണുന്നുണ്ട്. അതിനുപയോഗിക്കുന്ന സിംബലുകൾ, ഒരു സിംബലുകൾ എൻറ്റിറ്റീസിന് വേണ്ടി, പ്രോസസ്സിന് വേണ്ടി സർക്കിള്, പിന്നെ ഡാറ്റ ഫ്ലോന് വേണ്ടി എറോ, എൻറ്റിറ്റീസിന് വേണ്ടി റെക്ടാങ്കിൾ എന്നുള്ള രൂപത്തിൽ, ഡാറ്റ സ്റ്റോറേജിന് വേണ്ടി ഓപ്പൺ എൻഡ് റെക്ടാങ്കിൾ എന്നുള്ള ആ ഒരു പിന്നെ കാര്യം, ആ സിംബലുകളൊന്ന് ഓർമ്മിച്ച് വെക്കുക. പിന്നെ ഡാറ്റ ഡിക്ഷണറി, സ്യൂഡോ കോഡ്, പിന്നെ സ്ട്രക്ചർഡ് ഇംഗ്ലീഷ് എന്ന് പേരിൽ അറിയപ്പെടുന്ന സ്യൂഡോ കോഡ്, ഡിസിഷൻ ടേബിൾ, ഡിസിഷൻ ട്രീ, 5 എണ്ണം. ആ ഡിസിഷൻ ടേബിൾ എപ്പോഴും ഒരു വൺ വേർഡ് ചോദിക്കാറുണ്ട്. ഡിസിഷൻ ടേബിൾ എന്താണെന്നുള്ളത്, ഇറ്റ് ലിസ്റ്റ് ആക്ഷൻസ് ആൻഡ് മെത്തേഡ്സ് എന്നുള്ള രൂപത്തിൽ പറയാറുണ്ട്. പിന്നെ അതിൽ ഒരു സിസ്റ്റം അനലിസ്റ്റ് ആരാണ്, സിസ്റ്റം അനലിസ്റ്റിന്റെ ഗുണങ്ങൾ. മിസ്റ്റർ രാജു ഈസ് അപ്പോയിന്റഡ് ആസ് ദ സിസ്റ്റം അനലിസ്റ്റ് ഇൻ XYZ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് രാജു? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. രാജുവിനെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്, എന്തൊക്കെ ഗുണങ്ങളാണ് രാജുവിന് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളത്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, നല്ല ബിഹേവിയർ ആയുള്ള, പിന്നെ ബിസിനസ് നോളജുള്ള, പ്രോബ്ലം സോൾവിങ് സ്കില്ലുള്ള ഒരാളാണ് രാജു എന്ന് പറഞ്ഞു കൊടുത്താൽ ആൻസറായി. 5ാമത്തേലേക്ക് വരുമ്പോൾ ഡിസൈനാണ്. ഇൻപുട്ട്, ആദ്യം ഔട്ട്പുട്ട് ഡിസൈൻ ചെയ്യണം, പിന്നെ ഇൻപുട്ട്, പിന്നെ ഫയൽ ഡിസൈൻ ചെയ്യണം, അതുപോലെ ജനറൽ പ്രോഗ്രാം ഡിസൈൻ ചെയ്യണം എന്നുള്ളതാണ്. ഇംപ്ലിമെന്റേഷൻ ആണ്. അതെ, അതിൽ കുട്ടികൾ കൺഫ്യൂഷൻ ആകുന്ന ഒരു ഭാഗം ഇതിൽ സ്റ്റേജസ് ഓഫ് സിസ്റ്റം ഡെവലപ്മെന്റും ചോദിക്കാറുണ്ട്, സ്റ്റേജസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ ചോദിക്കാറുണ്ട്. ഇംപ്ലിമെന്റേഷനിൽ 8 ഘട്ടങ്ങൾ പറയുന്നുണ്ട്. അത് പരസ്പരം കൺഫ്യൂഷൻ ആവാൻ പാടില്ല. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ ഘട്ടങ്ങളാണ് 7 എണ്ണം പറയുന്നത്. പിന്നെ ഇംപ്ലിമെന്റേഷന്റെ ഘട്ടങ്ങളാണ് 8 എണ്ണം പറയുന്ന. ഇംപ്ലിമെന്റേഷനിലുള്ള അവസാനം ചേഞ്ച് ഓവർ വെച്ച് അവസാനിപ്പിക്കുന്ന ആ ചേഞ്ച് ഓവറിലുള്ള 3 മെത്തേഡുകൾ, ഡയറക്റ്റ്, പാർഷ്യൽ, 3 മെത്തേഡ്സ് ചോദിക്കാറുണ്ട്. പിന്നെ മെയിൻ്റനൻസിന്റെ 3 കാറ്റഗറീസ്, കറക്റ്റീവ്, അഡാപ്റ്റീവ്, പെർഫെക്റ്റീവ്. ഇതാണ് SDLC അല്ലെങ്കിൽ സാഡ് എന്ന് പറയുന്ന യൂണിറ്റിൽ. അത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് കമ്മ്യൂണിക്കേഷൻ. അസീസ് സാർ പറഞ്ഞ പോലെ നമ്മുടെ തിയറി പാർട്ടിൽ വരുന്ന 2ാമത്തെ ചാപ്റ്ററാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ചാപ്റ്റർ. വളരെ നമ്മളെ റിയൽ ലൈഫുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചാപ്റ്റർ എന്നുള്ള നിലക്ക് അത് മനസ്സിലിരിക്കുന്ന, അതായത് നമ്മൾ ഒരു പ്രാവശ്യം സംഗതി കേട്ടാൽ തന്നെ അത് പെട്ടെന്ന് കുട്ടികൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ. എല്ലാ കാര്യങ്ങളും അവർ കണ്ടിട്ടുണ്ടാവും. ഈ കമ്മ്യൂണിക്കേഷൻ ഡിവൈസിൽ ഉപയോഗിക്കുന്ന എല്ലാ കാര്യം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ പഠിക്കാവുന്ന, ഒരു വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു ചാപ്റ്റർ കൂടിയാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. അതായത് അതിൽ വരുന്നത് പ്രധാനമായിട്ടും സിഗ്നൽസ്, അതേപോലെ തന്നെ മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, മീഡിയാസ്, ഡിവൈസസ്, അതേപോലെ പ്രോട്ടോകോൾസ് ആൻഡ് ടെർമിനോളജീസ്. ഇങ്ങനെ ഒരു 5 സെക്ഷനായിട്ടാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. സിഗ്നൽസ് ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സിഗ്നൽസ് 2 ടൈപ്പ് ഉണ്ട്, ഡിജിറ്റൽ ആൻഡ് അനലോഗ് സിഗ്നൽസ്. ഈ അനലോഗ് സിഗ്നൽ ഉപയോഗിക്കുമ്പോഴും അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നലാണ് ഉപയോഗിക്കുമ്പോഴുള്ള കമ്പാരിസൺസ്. ഡിജിറ്റൽ സിഗ്നലാണ് ഉപയോഗിക്കുന്നത് വളരെ പെർഫെക്റ്റ് കമ്മ്യൂണിക്കേഷനിൽ ഡിജിറ്റലാണ് അല്ലേ, കാരണം അത് നമ്മൾ അറിയാം ബൈനറി സിഗ്നൽസ് ആണ്. അപ്പോൾ 2 ലെവൽസ് മാത്രം കീപ്പ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്ന ഒരു സിഗ്നലാണ്. അതുപോലെ തന്നെ ബാൻഡ് വിഡ്ത്ത്
ചോദിക്കാറുണ്ട്. ഒരു സിംഗിൾ ഓൺ വേർഡ് മാർക്ക് അങ്ങനെയുള്ള ഡിജിറ്റൽ സിഗ്നൽ ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ചാനൽ. അപ്പം ആ ബാൻഡ് വിഡ്ത്ത് ചോദിക്കും. അതോടൊപ്പം തന്നെ പിന്നെ മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വരാവുന്നത് സിംപ്ലക്സ്, ഹാഫ് ഡ്യൂപ്ലക്സ്, ഫുൾ ഡ്യൂപ്ലക്സ് ഒരു കാറ്റഗറി. പിന്നെ സിംഗർനസ് ആൻഡ് അസിംഗർനസ് വേറൊരു കാറ്റഗറി. സീരിയൽ ആൻഡ് പാരലൽ കമ്മ്യൂണിക്കേഷൻ. ഈ മൂന്നും മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ അല്ലേ എപ്പോഴും നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും വരാം. 3 മാർക്കിനാണ് കാണുന്നത്. കമ്പാരിസൺ ആണ് ചോദിക്കുന്നത്. സീരിയലും പാരലാണെങ്കിൽ സീരിയൽ സ്ലോ ആണ്, പാരലൽ സ്പീഡ് കൂടുതലാണ്. സീരിയൽ ആണെങ്കിൽ പിന്നെ 1/1 ആണ്, പാരലൽ ഒന്നിച്ച് സെൻഡ് ചെയ്യുന്നു. അത് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പിന്നെ സാഹചര്യം കൂടി പറഞ്ഞു കൊടുക്കുക. ആ ഫിഗർ ഇവിടെ വരച്ചു കൊടുത്താൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഫിഗർ വരക്കുമ്പോൾ ഒരു സിംഗിൾ ലൈൻ മാത്രം, ഒരു ചാനൽ മാത്രം യൂസ് ചെയ്യുന്നതാണെങ്കിൽ അത് സീരിയലാണ്. ഒന്നിൽ കൂടുതൽ ചാനൽ ഉണ്ടെങ്കിൽ അത് പാരലാണ്. പിന്നെ വേണമെങ്കിൽ ഡിവൈസുകൾ വേണമെങ്കിൽ പറയാം. സീരിയൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന കീബോർഡ്, അതേപോലെ പാരലൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന പ്രിന്റേഴ്സ്, അതൊക്കെ കമ്പ്യൂട്ടറിനുള്ളിലുള്ള കമ്മ്യൂണിക്കേഷൻ പാരലൽ ഒക്കെ ആണെങ്കിൽ. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മീഡിയ, കമ്മ്യൂണിക്കേഷൻ മീഡിയാസ്. ഈ മീഡിയയിൽ വരുന്നത് പ്രധാനമായിട്ടും നമ്മൾ നിത്യജീവിതത്തിൽ തന്നെ ഉപയോഗിക്കുന്ന മീഡിയകളാണുള്ളത്. ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഗൈഡഡ് മീഡിയയും അൺഗൈഡഡ് മീഡിയസ്. ഗൈഡഡ് മീഡിയയിൽസ് വരുന്നതാണ് കോയാക്സിയൽ കേബിൾ, ട്വിസ്റ്റഡ് പെയർ, ഫൈബർ ഒപ്റ്റിക് കേബിൾ, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ്. ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ കമ്പാരിസൺ ആണ് ചോദിക്കാറുള്ളത് അല്ലേ. അതായത് കോയാക്സിയൽ കേബിൾ വിത്ത് ഒപ്റ്റിക്കൽ ഫൈബറുമായിട്ടുള്ള കമ്പാരിസൺസ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ട്വിസ്റ്റഡ് പെയർ ആണെങ്കിൽ അതും കോയാക്സിലും തമ്മിലുള്ള അതിന്റെ ആൻസർ പറയാൻ ഒരു ഐഡിയ. അവർ അതിന്റെ പഠനം ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്നത് തന്നെ ട്വിസ്റ്റഡ് പെയർ കേബിൾ, കോയാക്സിയൽ കേബിൾ, ഫൈബർ ഒപ്റ്റിക്സ് എന്നുള്ള ആ ഒരു ഓർഡറിലാണ് അതിന്റെ ബാൻഡ് വിഡ്ത്തും ഉള്ളത്. ട്വിസ്റ്റഡ് പെയറിനാണ് ഏറ്റവും ബാൻഡ് വിഡ്ത്ത് കുറവുള്ളത്. പിന്നെ കോയാക്സിയൽ കേബിളിനാണ് അതിനും കൂടുതൽ ബാൻഡ് വിഡ്ത്ത് ഉള്ളത്. ഫൈബർ ഒപ്റ്റിക്സിനാണ് ഏറ്റവും കൂടുതൽ ബാൻഡ് വിഡ്ത്ത് ഉള്ളത്. ഈ 3 ഫൈബർ ഒപ്റ്റിക്സ് കേബിൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഫൈബർ ഒപ്റ്റിക്സ് കേബിളിൽ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടുണ്ടാവും. ഒന്നുകിൽ അത് എന്തൊക്കെയാണ് അതിലെ കോമ്പണൻസുകൾ ഉപയോഗിച്ചത് ഫൈബർ, അതായത് ലൈറ്റ് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്, അതുപോലെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലെ, അങ്ങനെയുള്ള ഏതെല്ലാം കോമ്പണൻസുകൾ ഉപയോഗിച്ചു, പിന്നെ എന്ത് ടെക്നോളജിയാണ് അവിടെ അപ്ലൈ ചെയ്തത്, ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. മറ്റിടത്തൊക്കെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആണെങ്കിൽ ഫൈബർ ഒപ്റ്റിക് കേബിളിൽ ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അത് ആ പോയിന്റ് എപ്പോഴും ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ബാൻഡ് വിഡ്ത്ത് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ, അതായത് ഇപ്പം ട്വിസ്റ്റഡ് പെയർ കേബിൾ ആണെങ്കിൽ ടെലിഫോണിലാണ്, പിന്നെ അതുപോലെ കോയാക്സിയൽ കേബിൾ ആണെങ്കിൽ കേബിൾ ടിവിയിലാണ്, ഫൈബർ ഒപ്റ്റിക്സ് കൂടുതൽ ബാൻഡ് വിഡ്ത്ത് ആവശ്യമുള്ള കമ്മ്യൂണിക്കേഷനിലാണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ 3 മീഡിയകളിൽ ഏറ്റവും കൂടുതൽ ബാൻഡ് വിഡ്ത്ത് വരുന്നത് ഫൈബർ ഒപ്റ്റിക് കേബിളാണ്. സംശയമില്ല. അൺഗൈഡഡ് മീഡിയാസിലേക്ക് വരുമ്പോൾ, പിന്നെ അൺഗൈഡഡ് മീഡിയ മീൻസ് വയറില്ലാത്ത മീഡിയാസിലേക്ക് വരുമ്പോൾ 3 എണ്ണമാണ് ഇതിൽ പറയുന്നത്. റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. അതിൽ പിന്നെ റേഡിയോ വേവിൻ്റെ ആ ഫ്രീക്വൻസി റേഞ്ച് 3 kHz മുതൽ 300 GHz വരെയുള്ള ആ ഒരു ഫ്രീക്വൻസി റേഞ്ച്, വെരി ലോ ഫ്രീക്വൻസി മുതൽ എക്സ്ട്രീംലി ഹൈ ഫ്രീക്വൻസി വരെയുള്ള ആ ഒരു റേഞ്ച് മനസ്സിലാക്കി വെക്കുക. പിന്നെ മൈക്രോവേവിൻ്റെ പ്രത്യേകത ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഒന്ന് പിന്നെ വായിച്ചു വെക്കുക. പിന്നെ അൺഗൈഡഡ് മീഡിയാസ് കൂടെ കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ മീഡിയാസ് അവിടെ അവസാനിച്ചിട്ടുണ്ട്. പിന്നെ അതിലുള്ള വേറെ സെക്ഷൻസ് പ്രോട്ടോകോൾസിനെ കുറിച്ചാണ്. അതെ, പ്രോട്ടോകോൾസ് TCP/IP വെച്ച് തുടങ്ങുന്നുണ്ട്. പിന്നെ ലോകത്തുള്ള മുഴുവൻ കമ്പ്യൂട്ടേഴ്സും ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് എന്നുള്ള രൂപത്തിൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ / ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, അതുപോലെ 2 കമ്പ്യൂട്ടേഴ്സുകൾ പരസ്പരം ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, വേൾഡ് വൈഡ് വെബിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ഇത്തരം പ്രോട്ടോകോൾസ് ആണെന്ന് തോന്നുന്നു ഇതിൽ പറയുന്നത്. പിന്നെ ആ യൂണിറ്റിൽ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഉണ്ട്, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സ് ഉണ്ട്. അത് രണ്ടും കൂടി നമുക്ക് കൂട്ടിയിട്ട് ഒരു പോയിന്റ്സ് എഴുതി വെക്കുന്നതായിരിക്കും നല്ലത്. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സ് അതിൽ പറയുന്നത് മോഡമും അതുപോലെ മൾട്ടിപ്ലക്സറും. മോഡം ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. മോഡുലേറ്റർ ആൻഡ് ഡിമോഡുലേറ്റർ. മോഡം എന്നുള്ളത് അറിയാവുന്നതല്ലേ, മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ എന്നുള്ള വാക്കുന്നാണ് മോഡം എന്നുള്ള വാക്ക് വരുന്നത്. മോഡുലേറ്ററിലെ MOയും പിന്നെ ഡിമോഡുലേറ്റർ DEMഉം ചേർന്നാണ് മോഡം എന്നുള്ള വാക്ക് വരുന്നത്. പിന്നെ അവിടെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷനും ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷനും രണ്ടും വരുന്നുണ്ട്. അത് രണ്ടും ചെയ്യുന്നുണ്ട്. മോഡുലേറ്റർ, പിന്നെ മൾട്ടിപ്ലക്സർ ഒന്നിൽ കൂടുതൽ ചാനലുകളിൽ നിന്ന് വരുന്ന സിഗ്നലുകളെ ഒരു പിന്നെ ഒറ്റ കേബിളിലൂടെ കടത്തിവിടാൻ ഉപയോഗിക്കും. റൂട്ടർ അത് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിലേക്ക് വരുന്നതാണ്. അതിൽ വരുന്നുണ്ട് ബ്രിഡ്ജ്, ഗേറ്റ് വേ, അതുപോലെ റൂട്ടർ.
ഇതിൽ പലപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗേറ്റ് വേ ആൻഡ് ബ്രിഡ്ജ്? വളരെ സിമ്പിളാണ്. ഒരേപോലെയുള്ള നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബ്രിഡ്ജ്. പിന്നെ രണ്ട് തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്കുകൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗേറ്റ് വേ. ഗേറ്റ് വേ ഈസ് യൂസ്ഡ് ഫോർ കണക്ടിങ് ഡിസിമിലർ നെറ്റ്വർക്ക് ആൻഡ് ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ഫോർ കണക്ടിങ് സിമിലർ നെറ്റ്വർക്ക്സ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ലാസ്റ്റ് പോർഷൻ വരുന്നത് ടെർമിനോളജീസ് ആണ്. ടെർമിനോളജീസിന് മുമ്പേ ഒരു കാര്യം കൂടി സാർ അതിൽ പറഞ്ഞു, ആക്സസ് മെത്തേഡ്സ്. ഇത് ഒന്നിൽ കൂടുതൽ ഇത് കുട്ടികൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്, മാറ്റി വെക്കുന്ന ഒരു ഭാഗമാണ്. സത്യത്തിൽ വളരെ ഈസിയാണത്. ഒന്നിൽ കൂടുതൽ ഡിവൈസസുകൾ ഒരു കോമൺ ചാനലിന് വേണ്ടി മത്സരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ചാനൽ അലോക്കേറ്റ് ചെയ്യുന്നത് തീരുമാനിക്കാനുള്ളതാണ് ആക്സസ് മെത്തേഡ്സ്. CSMA CD അതുപോലെ ടോക്കൺ പാസിംഗ് എന്നുള്ള 2 മെത്തേഡ്സ് ആണുള്ളത്. ആദ്യം ചാനലിലേക്ക് ലിസൺ ചെയ്തിട്ട് ചാനൽ ഫ്രീ ആണെങ്കിൽ സെൻഡ് ചെയ്യുന്ന മെത്തേഡിനെയാണ് കാരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് കൊളിഷൻ ഡിറ്റക്ഷൻ എന്ന് പറയുന്ന CSMA CD. അതുപോലെ ഒരു ടോക്കൺ സർക്കുലേറ്റ് ചെയ്തിട്ട് ആരാണോ ടോക്കൺ ഹാൻഡലർ അവരെന്ത് ചെയ്യും, ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യും എന്നുള്ളതാണ് പിന്നെ ടോക്കൺ ടെർമിനോളജി. ഇന്റർനെറ്റ് ടെർമിനോളജി ഫസ്റ്റ് ഇയറിൽ ഫെമിലിയർ ആണ്. നെറ്റ്വർക്കിന്റെ യൂണിറ്റിൽ പഠിച്ച ഏകദേശ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു ഭാഗമാണ് ഇന്റർനെറ്റ് ടെർമിനോളജീസ് എന്ന് പറയുന്ന ഭാഗത്തിൽ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. വേൾഡ് വൈഡ് വെബ്, അതേപോലെ തന്നെ TCP/IP പ്രോട്ടോകോൾസ്, ഡൊമൈൻ നെയിംസ്, URL പിന്നെ എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. URL എന്ന് പറയുന്നത് http://www.yahoo.com/ ഒരു ഫയൽ നെയിം, പ്രോട്ടോകോൾ, ഡൊമൈൻ നെയിം, ഫയൽ നെയിം, ഈ 3 ഭാഗങ്ങളാണ് URL എന്നുള്ള കാര്യം. നമ്മുടെ വെബ് പോർട്ടൽ തന്നെ ചോദിച്ചിട്ടുണ്ട്, www.kerala.dhsc.kerala.gov.in ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അതിന്റെ അവസാനത്തിൽ പറയുന്ന HTML പറ്റി വീണ്ടും ചോദിക്കുന്നുണ്ട്. അതേ യൂണിറ്റ് തന്നെ HTML എന്താണെന്നുള്ളത്. നമ്മൾ കൊമേഴ്സ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. HTML ഒരു ഭാഗമായിട്ട് നമ്മൾ പഠിച്ചതുകൊണ്ട് തന്നെ അതിൽ പ്രശ്നമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുപോലെ കമ്മ്യൂണിക്കേഷൻ്റെ തുടക്കത്തിൽ വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ഡെലിവറി, ആക്യുറേറ്റ് ഡെലിവറി, ടൈംലി ഡെലിവറി എന്നുള്ള 3 പിന്നെ ക്യാരക്ടറിസ്റ്റിക്സുകളും, അതുപോലെ കമ്മ്യൂണിക്കേഷനിലെ പ്രോബ്ലംസ് ആയ അറ്റന്യൂഷൻ അല്ലെങ്കിൽ ഡിസ്റ്റോഷൻ, അറ്റന്യൂഷൻ, നോയ്സ്, ലോ ബാൻഡ് വിഡ്ത്ത്, ഈ കാരണം കൊണ്ടുണ്ടാകുന്ന ഡിസ്റ്റോഷൻ എന്നുള്ള പ്രോബ്ലം. ഈ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ഇത് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. അറ്റന്യൂഷൻ എന്നുള്ള പ്രോബ്ലം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത്, പിന്നെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്, റിപ്പീറ്റർ ആണ് അതിന്റെ ആൻസർ അല്ലേ? ഇത്രയായാലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ കവർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ പിന്നെ മിക്കവാറും എല്ലാ യൂണിറ്റുകളും നമ്മൾ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 13 യൂണിറ്റുകളും അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള ചർച്ചയിൽ നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വരാവുന്ന മാക്സിമം ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്കുള്ള സമയമാണ് ഇത് പഠിക്കാനുള്ള ടിപ്സുകളും ചാർട്ടുകളൊക്കെ നമ്മൾ പറഞ്ഞു തന്നു. പരീക്ഷ എഴുതുമ്പോൾ എക്സാമ്പിളും ഫിഗേഴ്സും പ്രോഗ്രാം കോഡ്സൊക്കെ ഒരിക്കലും മറക്കരുത്. അത് പിന്നെ ടെസ്റ്റിന്റെ ബാക്കിലുള്ള പോയിന്റ്സ് റിമെമ്പർ, അത് പരീക്ഷ ഹാളിൽ കയറുന്നതിന് തൊട്ട് മുമ്പെങ്കിലും അത് മറിച്ചിട്ട് കയറുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചാർട്ട്. നമ്മൾ കുറേ ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഓൺ വേർഡ്സ് ഒക്കെ പറഞ്ഞു തന്നു. ഇതിൽ തന്നെ ഈ ടിപ്സിൽ തന്നെ ഓൺ വേർഡ്സ് ഇഷ്ടംപോലെ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു പോയിന്റ് പോലും, ഒരു സബ്ജക്റ്റ് പോലും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞ് കളയരുത്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ പോവുക. നിങ്ങൾക്ക് സർവ്വവിധ ആശംസകളും. ഇതിലിപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ചയിൽ വന്നിട്ടുള്ള നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റ്സുകളും ഒരു 8 വർഷത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ 3 പേരും കൂടി ഡിസ്കസ് ചെയ്തത്. ഈ 8 വർഷത്തിൽ വന്നിട്ടുള്ള ഈ പോയിന്റ്സുകളെല്ലാം ഒന്ന് ഒരു പേപ്പറിൽ എഴുതിയെടുത്താൽ പരീക്ഷയ്ക്ക് പോകുന്നതിൻ്റെ തലേന്ന് അതൊന്ന് മറിച്ച് നോക്കിയാൽ മാത്രം മതിയാവുന്നതാണ്. അങ്ങനെയുള്ള നമ്മളിവിടെ പറഞ്ഞ ടേബിളുകൾ, ഫിഗേഴ്സ്, അതേപോലെ ചില പോയിന്റ്സുകൾ, ഇത് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് ഈ ടിപ്സുകളെല്ലാം ഒന്ന് എടുത്തു നോക്കി പരീക്ഷയ്ക്ക് പോയാൽ തീർച്ചയായും ഒരു 60 കിട്ടിയില്ലെങ്കിലും 60ൻ്റെ അടുത്തൊരു മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ന് നമുക്ക് എടുത്തു പറയാവുന്നതാണ്. ഉപരിപഠനത്തിന് പിന്നെ യോജിച്ച രീതിയിലുള്ള ഒരു സിലബസാണ് ഈ നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ സിലബസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്ത ഭാഗം നേരത്തെ സാർമാർ പറഞ്ഞതുപോലെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്യുക. നല്ല മാർക്കോടുകൂടി മുഴുവൻ വിദ്യാർത്ഥികളും നല്ല മാർക്കോടുകൂടി വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു.